Meet the editors. NDA മുന്നണിയെ വാനോളം പുകഴ്ത്തി നരേന്ദ്രമോദി. ഏറ്റവും വിജയകരമായ മുന്നണിയെന്ന് NDA-യെക്കുറിച്ച് അഭിമാനത്തോടെ പറയാനാകും. ഭാരതമെന്ന വികാരത്തിന്റെ പ്രതിബിംബമാണ് NDA. അധികാരം നേടാനുള്ള ചില പാർട്ടികളുടെ വെറും കൂട്ടായ്മയല്ലെന്നും മോദി പറഞ്ഞു. മുന്നണിയുടെ കെട്ടുറപ്പിക്കൽ വലിയ ആത്മവിശ്വാസവുമായി മോദി ഇന്ന് NDA പാർലമെന്ററി മീറ്റിംഗിനെത്തിയത്. प्री पोल अलायंस हिंदुस्तान के राजनीतिक इतिहास में और हिंदुस्तान की राजनीति में गठबंधन के इतिहास में प्री पोल अलायंस इतना सफल कभी भी नहीं हुआ है जितना कि NDA हुआ. और मैं कह सकता हूं, हकीकतों के तथ्यों के आधार पर कह सकता हूं, ये सबसे सफल अलायंस है. हमारा ये अलायंस सच्चे अर्थ में भारत की असली जो स्पिरिट है, जो भारत का आत्मा है, भारत की जड़ों में जो रचा बसा है, उसका एक अर्थ में प्रतिबिंब है. नेशन फर्स्ट के प्रति कमिटेड वैसा ये समूह है. और 30 साल का लंबा कालखंड शुरू में शायद असेंबल हुआ होगा, लेकिन आज मैं कह सकता हूं कि भारत के राजनीतिक व्यवस्था में एक ऑर्गेनिक अलायंस है. ചോദ്യം ഇതാണ്, സമവായത്തിന് വഴങ്ങിയോ മോദി? ബാലകൃഷ്ണൻ, ഇന്ന് NDA പാർലമെന്ററി യോഗത്തിന് മോദി എത്തുമ്പോൾ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. BJP-യുടെ പാർലമെന്ററി യോഗം കൂടാതെയാണ് NDA പാർലമെന്ററി യോഗത്തിന് എത്തുന്നത്. എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞ തവണ മോദി എന്ന് ഒരു 7-8 തവണ പ്രസംഗിക്കുന്നത് കഴിഞ്ഞ തവണ കേട്ടു. ഇത്തവണ 28 തവണയാണ് NDA എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. സമവായത്തിന് വഴങ്ങുകയാണോ മോദി? നിർബന്ധമായും സമവായത്തിന് വഴങ്ങേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണല്ലോ നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, BJP-യെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. 2024 ജനവിധി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു സഖ്യകക്ഷി സർക്കാരിനെ നയിക്കാനാണ്. അതായത് ഈ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു BJP ക്യാബിനറ്റ് അല്ല, മറിച്ച് ഒരു NDA ക്യാബിനറ്റാണ്. അപ്പം നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ഇതൊരു പ്രീ പോൾ അലയൻസ് ആണ്. ഈ പ്രീ പോൾ അലയൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ് രൂപപ്പെട്ടത്? 1998 മെയ് മാസമാണ് രൂപപ്പെട്ടത്. അന്നത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് വാജ്പേയിയുടെയും അദ്വാനിയുടെയും നേതൃത്വത്തിൽ ഒരു NDA മുന്നണി രൂപപ്പെടുന്നത്. ആ NDA മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആകമാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷത്തിനും പ്രാതിനിധ്യമുള്ള മുന്നണിയായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് മാത്രമാണ് ആ മുന്നണിയിൽ ആളുകൾ ഉണ്ടാകാതിരുന്നത്. അതേസമയം നമുക്ക് നോക്കൂ, ഇപ്പോൾ തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ ജയലളിത, PMK, അതേപോലെ തന്നെ MDMK, TDP അതിൻ്റെ ഭാഗമായിരുന്നു. GMC ബാലയോഗിയാണ് ആദ്യം സ്പീക്കറാകുന്നത് TDP-യിൽ നിന്ന്. അതേപോലെ പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് ശിവസേന, ബീഹാറിൽ നിന്ന് പിന്നെ നിതീഷ് കുമാറിൻ്റെയും ജോർജ് ഫെർണാണ്ടസിൻ്റെയും പാർട്ടിയായിട്ടുള്ള സമതാ പാർട്ടി, കിഴക്ക് പിന്നെ ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയുടെ പാർട്ടി, അങ്ങ് വടക്ക് നാഷണൽ കോൺഫറൻസ് ഫാറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി, ഇങ്ങനെ വലിയൊരു എന്താ പറയുക, ഇന്ത്യയുടെ ഒരു പരിച്ഛേദം എന്ന് തന്നെ പറയാവുന്ന, വിശേഷിപ്പിക്കാവുന്ന ഒരു മുന്നണിയാണ് 1998 വാജ്പേയിയുടെയും അദ്വാനിയുടെയും നേതൃത്വത്തിൽ രൂപപ്പെട്ടത്. ആ ക്യാബിനറ്റ് പരിശോധിച്ച് നോക്കൂ. ആ ക്യാബിനറ്റിൽ പ്രധാനപ്പെട്ട മിക്കവാറുള്ള എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് BJP ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഈ പറയുന്ന ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നത് പിന്നെ ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു. NDA-യുടെ കൺവീനർ ആയിരുന്നത് ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു. അതേപോലെ തന്നെ നിതീഷ് കുമാർ റെയിൽവേ മന്ത്രിയായിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, TDP-യുടെ GMC ബാലയോഗിയാണെന്ന് സ്പീക്കറായിരുന്നത്. നാഷണൽ കോൺഫറൻസിൻ്റെ ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് നല്ല വകുപ്പായിരുന്നു. ഈ അർത്ഥത്തിലൊക്കെ ശിവസേനയുടെ സുരേഷ് പ്രഭു, അങ്ങനെയൊക്കെ വലിയ പ്രാധാനികൾ. അതേപോലെ തന്നെ BJP-യിൽ നിന്നും മുരളി മനോഹർ ജോഷി, പ്രമോദ് മഹാജൻ, സുഷമ സ്വരാജ്, യശ്വന്ത് സിൻഹ, ജസ്വന്ത് സിംഗ്, ഇങ്ങനെ വലിയ, പിന്നീട് വെങ്കയ്യ നായിഡു, അങ്ങനെ വലിയൊരു നേതൃനിര. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ ഇൻടാക്റ്റ് ആയ ഒരു മുന്നണിയായിരുന്നു 1998 അധികാരത്തിൽ വന്നത്. പക്ഷേ 99 എന്താ സംഭവിച്ചത്? 99 ജയലളിത ആ മുന്നണിക്കുള്ള പിന്തുണ പിൻവലിച്ചു. അന്ന് ജയലളിതയ്ക്ക് 18 MP-മാരാണുള്ളത്. ഒരൊറ്റ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ജയലളിതയ്ക്ക്. ആ മുന്നണി യഥാർത്ഥ രാഷ്ട്രീയ ആവശ്യം എന്തായിരുന്നു എന്നറിയാമോ? DMK സർക്കാരിനെ പിരിച്ചുവിടണം എന്നുള്ളതായിരുന്നു. കരുണാനിധി സർക്കാരിനെതിരെ 356 വകുപ്പ് ഉപയോഗിച്ച് ആ സർക്കാരിനെ പിരിച്ചുവിടണം എന്നുള്ള ആവശ്യമാണ് പിന്നെ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ചാൽ അത് വകുപ്പിന് വേണ്ടിയിട്ടുള്ള തർക്കമായിരുന്നില്ല. അവിടെ വാജ്പേയി അതിന് കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. വാജ്പേയി അത് സമ്മതിക്കാതിരുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ആ സർക്കാരിന് നിലത്ത് വീഴേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷേ 99 കാർഗിൽ യുദ്ധം വന്നു. കാർഗിൽ യുദ്ധം
കെയർ ടേക്കർ പ്രധാനമന്ത്രിയായിട്ടിരുന്നിട്ടാണ് വാജ്പേയി നയിക്കുന്നത്. ആ കാർഗിൽ യുദ്ധത്തിലെ വിജയം എന്ന് പറയുന്ന ഒരു നാഷണൽ സെന്റിമെന്റ്സ് ഉണ്ടാക്കി. അന്ന് നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ജീവത്യാഗം ചെയ്ത സൈനികരുടെയൊക്കെ മൃതദേഹങ്ങൾ ശവപ്പെട്ടികളിലാക്കി അവരവരുടെ വീടുകളിലേക്ക് കൊടുത്തുവിടുന്നൊരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു BJPക്ക്. അതാണല്ലോ പിന്നീട് വലിയ ശവപ്പെട്ടി കുംഭകോണം എന്നൊക്കെ പറഞ്ഞു വന്നത് ജോർജ് ഫെർണാണ്ടസിനെതിരായിട്ട്. പക്ഷേ അതൊരു നാഷണൽ സെന്റിമെന്റ്സ് ഉണ്ടാക്കുകയും പിന്നീട് 99 കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ വാജ്പേയി വീണ്ടും അധികാരത്തിൽ വരികയാണ് ചെയ്തത്. അപ്പം ADMKക്ക് പകരം ആരാ വന്നത്? DMK വന്നു ആ മുന്നണിയിലേക്ക്. അപ്പോൾ ഈ കൊയലേഷൻ എന്ന് പറയുന്നത് നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട് വാജ്പേയിയും അദ്വാനിയും അതുപോലെ തന്നെ BJPയും. പക്ഷേ 2014 മുതൽ എന്താ സ്ഥിതി? 282 സീറ്റ് ഒറ്റയ്ക്കുണ്ടായിരുന്നില്ലേ നരേന്ദ്രമോദിക്ക്? അതുകൊണ്ട് NDA മൈൻഡ് ചെയ്യേണ്ടി വന്നോ? ഇല്ല. 303 സീറ്റ് ഉണ്ടായിരുന്നില്ലേ 2019? NDA മൈൻഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നോ? ഇല്ല. 2019 മന്ത്രിസഭ, ഇപ്പോൾ ഈ പിരിഞ്ഞു പോകുന്ന മന്ത്രിസഭയുണ്ടല്ലോ, ആ മന്ത്രിസഭയിൽ എടുത്ത് നോക്കി ആർക്കൊക്കെയാണ് പ്രാതിനിധ്യമുള്ള NDAയിൽ നിന്ന്? ശിരോമണി അകാലിദളിന് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, ഈ ഹർസിമാർത്ത് കൗർ എന്ന് പറയുന്ന കക്ഷി. അതേപോലെ തന്നെ രാംവിലാസ് പാസ്വാന്, അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ പശുപതി പരസിന് കൊടുത്തു. അതേപോലെ തന്നെ അരവിന്ദ് സാവന്ത്, നമ്മുടെ ശിവസേനയുടെ അരവിന്ദ് സാവന്ത് ഉണ്ടായിരുന്നു. രാമേന്ദ്ര പ്രസാദ് ഉണ്ടായിരുന്നു JDUവിൽ നിന്ന്. 4 ക്യാബിനറ്റ് മന്ത്രിമാർ, 2 സഹമന്ത്രിമാരുണ്ടായിരുന്നു, അത്വാലെ RPIയുടെ, അതേപോലെ നമ്മുടെ അനുപ്രിയ സിംഗ് പട്ടേൽ അപനാദളിൻ്റെ. അപ്പോൾ ഇത്രയും പ്രാതിനിധ്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ അതിൻ്റെ ആവശ്യം NDAയുടെ ഘടകകക്ഷികളൊന്നും അക്കോമഡേറ്റ് ചെയ്യേണ്ട യാതൊരു സമ്മർദ്ദവും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരൊറ്റ NDA സമ്മേളനം വിളിച്ചുകൂട്ടി പോളിസി ഡിസിഷൻ എടുക്കുകയായിരുന്നില്ലല്ലോ. ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് എങ്ങനെയാണ് അവതരിപ്പിച്ചത്? ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവന്നിട്ട് അമിത്ഷാ അവതരിപ്പിക്കുകയാണ്. NDAക്ക് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നു ആ കാര്യത്തിനകത്ത്? ഒരു റോളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 1998 വാജ്പേയിയുടെയും അദ്വാനിയുടെയും നേതൃത്വത്തിൽ രൂപപ്പെട്ട NDA 2023 ആയപ്പോൾ 25 വർഷം പൂർത്തിയാക്കി. ആ 25 വർഷം ആഘോഷിക്കപ്പെട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. അന്ന് ആഘോഷിക്കപ്പെട്ടാൽ ഇവരെയൊക്കെ കൊണ്ടുവന്നിരുത്തി ഒന്ന് ആദരിക്കുകയൊക്കെ വേണമല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യം ഉള്ളതായിട്ട് നരേന്ദ്രമോദിക്ക് തോന്നിയില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ആവശ്യമില്ലായിരുന്നു. കാരണം വെച്ചാൽ ഇനഫ് മെമ്പേഴ്സ്, ഭൂരിപക്ഷമൊക്കെ ആവശ്യത്തിൽ അധികം തന്നെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മെച്ചപ്പെട്ട പല വകുപ്പുകളും ഇവർ കൈയടക്കി പോകും എന്നൊക്കെ ഉള്ളത് സ്വാഭാവികമാണ്. കാരണം വെച്ചാൽ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വരും. ഒന്ന്, TDPയെ സംബന്ധിച്ചിടത്തോളം ഈ ആന്ധ്രാപ്രദേശ് ബൈഫർക്കേറ്റ് ചെയ്തതിന് ശേഷം ഈ തെലുങ്കാന രൂപപ്പെടുന്നതോടുകൂടി വലിയൊരു സാമ്പത്തിക മേഖലയാണ് ഈ തെലുങ്കാനയിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സംസ്ഥാന പദവി വേണം. പ്ലസ് അമരാവതിയെ ക്യാപിറ്റലാക്കുക എന്ന് പറയുന്നത് വലിയ പ്രോജക്റ്റാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ. 58,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പ്രോജക്റ്റിലേക്ക് വലിയ പൈസ വേണം. അപ്പം ഈ രീതിയിൽ നല്ല വകുപ്പുകൾ ഉണ്ടാകും. ഇപ്പോൾ സർഫസ് ട്രാൻസ്പോർട്ട് അടക്കമുള്ള വകുപ്പുകൾ ഉണ്ടാകണം. കാരണം വെച്ചാൽ ഈ മറ്റൊരു ഹൈദരാബാദ് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യണം. വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഹൈടെക് സിറ്റി ഉണ്ടാക്കുന്ന ആളാണല്ലോ ചന്ദ്രബാബു നായിഡു. അക്കാലത്ത് ചന്ദ്രബാബു നായിഡു അറിയപ്പെടുന്നത് CEO ഓഫ് ആന്ധ്രാപ്രദേശ് എന്നാണ്. ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റിൻ്റെ CEO എന്ന് വിളിക്കപ്പെട്ടത് ചന്ദ്രബാബു നായിഡുവിനെയാണ്. പിന്നീട് ബാംഗ്ലൂരേക്ക് പോവുകയാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഹൈദരാബാദ് പോലൊരു ഹൈടെക് സിറ്റിയെ റീബിൽഡ് ചെയ്യണം. അതിന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന അമരാവതിയാണ്. അതിന് വലിയ പൈസ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടൊരു പ്രത്യേക പദവി അദ്ദേഹം ആവശ്യപ്പെടുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബീഹാറിൻ്റെയും സ്ഥിതി ഇത് തന്നെയാണ്. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അടുത്ത വർഷം. അപ്പോൾ അവിടെ ഒരുപാട് പണം ചിലവഴിച്ച് പല കാര്യങ്ങളും നിതീഷ് കുമാറിന് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ബീഹാറും ബൈഫർക്കേറ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ജാർഖണ്ഡ് അപ്പുറത്തോട്ടങ്ങ് പോയി. ജാർഖണ്ഡായിരുന്നു വലിയ സാമ്പത്തിക മേഖല. നമുക്കറിയാമല്ലോ, മൈൻസും മിനറൽസും ഒക്കെ ഉള്ളത് ജാർഖണ്ഡിലാണ്. മിച്ച ബജറ്റ് അവതരിപ്പിക്കുന്ന സംസ്ഥാനമായിരുന്നു ജാർഖണ്ഡ്. അപ്പോൾ ബീഹാർ ഈ പറഞ്ഞ കണക്ക് വെള്ളപ്പൊക്കത്തിലും കൃഷി ഒഴുകിപ്പോകലിലും ഒക്കെ ആയിട്ട് വലിയ ദുരിതം അനുഭവിച്ചൊരു സംസ്ഥാനവുമാണ്. ആ അർത്ഥത്തിൽ ബീഹാറിനും പ്രത്യേക പദവി ആവശ്യപ്പെടും. എപ്പോഴും ഈ ക്യാബിനറ്റ് പദവിയും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലല്ല ഒരു സർക്കാർ പോകുന്നത്. സർക്കാർ ഇപ്പം പോകുന്നത് ഒരു പോളിസി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ്. അതാണല്ലോ ഞാൻ ഈ 98 ചൂണ്ടിക്കാണിച്ചത്. ഈ ADMK പിൻവലിക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഈ പറയുന്ന രാഷ്ട്രീയ ആവശ്യം മുന്നോട്ട് വെച്ചു. ആ രാഷ്ട്രീയ ആവശ്യം എന്ന് പറയുന്നത് കരുണാനിധിയെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. ഇതുപോലെ രാഷ്ട്രീയ ആവശ്യങ്ങളുണ്ട്. ഇപ്പം തന്നെ നോക്കൂ, JDUവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താ? കാസ്റ്റ് സർവേ നടത്തണമെന്നാണ്. നമുക്കറിയാലോ, 2011 കാസ്റ്റ് സർവേക്ക് UPA ഉത്തരവിട്ടു. അങ്ങനെ സർവേ സെൻസസ് നടക്കുകയും ചെയ്തു. പക്ഷേ അതിനകത്ത് എന്യൂമറേഷനിലൊക്കെ വന്ന ചില പിഴവുകൾ കൊണ്ട് അത് നടപ്പാക്കാനും പ്രഖ്യാപിക്കാനും കഴിയാതെ പോയി. നടപ്പാക്കി, പക്ഷേ പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയി. അക്കാര്യത്തിൽ ഒരു മുന്നോട്ട് പോക്കും നടത്താത്ത ഗവൺമെൻറ്റാണ് 2 NDA ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നത്, BJP ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം JDUവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഈ പറയുന്ന കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നത്. അത് നടപ്പാക്കിയിട്ടുള്ള ആളാണ് ഈ പറയുന്ന നിതീഷ് കുമാർ. അവിടെ ഒരു വിട്ടുവീഴ്ചയും നിതീഷ് കുമാർ ചെയ്യില്ല. അങ്ങനെ പോകാൻ കഴിയുമോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സെൻസസ് നടപ്പാക്കിയിട്ടേ അതിങ്ങനെ വെറുതെ നമുക്ക് കക്ഷത്ത് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് പോകണം, അല്ലേ? ആ ഇംപ്ലിമെന്റേഷനിലേക്ക് പോകുമ്പം റിസർവേഷൻ്റെ പരിധി ഉയർത്തണം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതാണ് കാത്തു നിൽക്കുന്ന ഒരു പ്രശ്നം. അതേപോലെ തന്നെ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിനകത്താണെങ്കിലും CAയുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ വാദം തുടങ്ങാൻ പോവാണ് സുപ്രീം കോടതിയിൽ, അല്ലേ? അപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള വിഷയമായിട്ടും 98 മുതൽ 2004 വരെ അധികാരത്തിലിരുന്ന വാജ്പേയി ഗവൺമെൻറ് കണ്ടൻഷ്യസ് ഇഷ്യൂസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ മാറ്റിവെച്ചിരുന്നത്. ആർട്ടിക്കിൾ 370, യൂണിഫോം സിവിൽ കോഡ്, അയോധ്യ, ഇതെല്ലാം കണ്ടൻഷ്യസ് ഇഷ്യൂസാണ്. അങ്ങനെ മാറ്റിവെച്ചുകൊണ്ടാണ് NDA ഒരു പൊതു മിനിമം പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ മാറുന്നു. അതായത് ഇതെല്ലാം കണ്ടൻഷ്യസ് ഇഷ്യൂസ് ആയിട്ട്
വോട്ടർമാർ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചന്ദ്രബാബു നായിഡുവിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയ വോട്ട് ബാങ്കിലൊന്നാണ് മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ജനതാദൾ, പിന്നെ നിതീഷ് കുമാറിൻ്റെ മുസ്ലിങ്ങളുടെ നേതാവാണ് ബീഹാറിൽ, പിന്നെ OBCയുടെയും മുസ്ലിങ്ങളുടെയും നേതാവാണ് നിതീഷ് കുമാർ. അപ്പം അങ്ങനെ ഒരു ആൻറ്റി മുസ്ലിം പോളിസികളിലേക്കോ ഒന്നും തന്നെ പോകാൻ കഴിയില്ല. അപ്പം യഥാർത്ഥത്തിൽ ഈ പറയുന്ന 2014 മുതൽ 2024 വരെ ഏകപക്ഷീയമായി ഏകഛത്രാധിപതിയായി നിന്നിരുന്നൊരു നരേന്ദ്രമോദി ചുരുങ്ങുകയും കട്ട് ഡൗൺ സൈസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും അങ്ങനെ സഖ്യകക്ഷികളുമായി ആലോചിച്ച് മാത്രം പോളിസി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇനി എല്ലാ കാര്യങ്ങളും സഖ്യകക്ഷികളുമായി കൂടിയാലോചിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ സമവായത്തിന് ഇനി തയ്യാറായേ പറ്റൂ. സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാലോ 48 പേജാണ് ഉള്ളത് ഈ പറയുന്ന മാനിഫെസ്റ്റോ. BJPയുടെ 68 തവണയാണ് നരേന്ദ്രമോദി ഇന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അത് കുഴപ്പമില്ല, അതിപ്പോൾ അവരുടെ പാർട്ടിയുടെ നേതാവാണ്, അങ്ങനെ പ്രിന്റ് ചെയ്യുന്നതിനകത്തും തെറ്റില്ല. പക്ഷേ ഇപ്പോൾ മുതൽ അദ്ദേഹത്തിന് NDA ഗഡ്ബന്ധൻ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഗഡ്ബന്ധൻ്റെ ഈ പറയുന്ന സമ്മർദ്ദത്തിൽ ഭരിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരിക്കും. സമവായത്തിന് വഴങ്ങിയോ മോദി എന്നാണ് ചോദ്യം. തീർച്ചയായും സമവായത്തിന് വഴങ്ങാതെ മറ്റു മാർഗങ്ങളില്ല. 32 സീറ്റുകൾക്ക് അകലെയാണ് BJP എന്ന് പറയുന്ന പാർട്ടി. 2014 ശേഷം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ കൃത്യമായി നിരീക്ഷിച്ചതുപോലെ 282, 303 എന്നീ നിലകളിൽ ഭൂരിപക്ഷത്തിൻ്റെ മാർജിൻ്റെ ആശങ്കകളൊന്നുമില്ലാതെയാണ് നരേന്ദ്രമോദി ഭരിച്ചിരുന്നതെങ്കിൽ ഇനി നരേന്ദ്രമോദിക്ക് 32 സീറ്റുകൾ എന്നുള്ളത് എല്ലാ ഉറക്കത്തിലും ഭയപ്പെടുത്തുന്നൊരു സ്വപ്നമായിട്ടുണ്ടാവും. നോക്കൂ, കൊയിലേഷൻ പൊളിറ്റിക്സിൻ്റെ ചരിത്രം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് നമ്മൾ സാധാരണ പറയുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് എന്നാണെങ്കിലും കൂട്ടുകക്ഷി സ്വഭാവത്തിലുള്ളൊരു സർക്കാർ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യം തന്നെ രൂപീകരിച്ചിരുന്നു നെഹ്റു. പക്ഷേ അന്ന് പാർട്ടികളുടെയല്ല, തന്നെ എതിർക്കുന്ന പ്രതിപക്ഷത്തിരിക്കേണ്ട ആളുകളെ പോലും നെഹ്റു ആ മന്ത്രിസഭയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി ക്ഷണിക്കുന്നു, ഡോക്ടർ BR അംബേദ്കറിനെ ക്ഷണിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ എല്ലാ സാമ്പത്തിക പോളിസികളെയും എതിർക്കുന്ന ജോൺ മത്തായിയെ പോലുള്ളവർ ആദ്യത്തെ മന്ത്രിസഭയിലെടുക്കുന്നു. ആ മന്ത്രിസഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരുപക്ഷേ സ്വതന്ത്ര ഇന്ത്യയുടെ ആശയത്തെ തന്നെ ഒരു മന്ത്രിസഭയ്ക്ക് പ്രതിനിധീകരിക്കാൻ സാധിച്ചു. പക്ഷേ പിന്നീട് ശ്യാമപ്രസാദ് മുഖർജി പോയി, കാശ്മീർ വിഷയമൊക്കെ നമുക്കറിയാവുന്നതുപോലെ. പക്ഷേ ആ സർക്കാർ പ്രതിനിധീകരിച്ചിരിക്കുന്നത് പോലെയുള്ളൊരു കൂട്ടുകക്ഷി സമ്പ്രദായം പിന്നീട് ഒരിക്കലും സാധ്യമാവില്ല. പിന്നീടാണ് റീജിയണൽ ആയിട്ടുള്ള പ്രാദേശിക കക്ഷികൾ ഉണ്ടാവുന്നതും കോൺഗ്രസിൻ്റെ ഡിക്ലൈൻ ഉണ്ടാവുന്നതും അതിൽ നിന്ന് എങ്ങനെയാണ് റീജിയണൽ സത്രപ്സ് ഉണ്ടാവുന്നതും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഇവിടെ കൗതുകകരമായ ഒരു കാര്യമുള്ളത്, ഇത് യഥാർത്ഥത്തിൽ നമ്പറുകളുടെ ഒരു സഖ്യകക്ഷി മാത്രമാണ്. പ്രത്യയശാസ്ത്രപരമായി ഒട്ടും ചേർന്നു പോകാത്ത 4 കക്ഷികളാണ് ചേർന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി അപ്നാദളിനെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാൽ പോലും നോക്കൂ, ഒരു ഭാഗത്ത് JDU ഒരു കാലത്ത് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരുന്നതും ഇന്ത്യ മുന്നണിക്ക് തുടക്കം കൂടുന്നതും സിംഗിൾ പോയിന്റ് ടാർഗറ്റിലാണ്, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യനീതി. ആ സാമൂഹ്യനീതി നടപ്പിൽ വരുത്താൻ വേണ്ടിയാണ് ജാതി സെൻസസ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം NDA എന്തായിരുന്നു ആ സമയത്ത് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരുന്നത്? സാമൂഹ്യനീതി ആയിരുന്നില്ല. മോദിയുടെ ഗ്യാരണ്ടിയും ഒരു പ്രോ ലിബറൽ ന്യൂ ലിബറൽ എക്കണോമിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ട്രില്യൺ എക്കണോമിക് ഗ്രോത്തുമാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരുന്ന പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ JDU തുടങ്ങി വെച്ചെങ്കിലും പിന്നീട് JDU അടർന്നു പോയെങ്കിലും ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും കാസ്റ്റ് സെൻസസിലൂടെയും സാമൂഹ്യനീതി നിരന്തരം രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലും തുടർന്ന് ക്യാമ്പയിനിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കുകൾ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സാമൂഹ്യനീതിയുടെ ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ മോദി പ്രതിനിധാനം ചെയ്തിരുന്ന NDAയുടെ ക്യാമ്പയിനെ യഥാർത്ഥത്തിൽ മാറ്റിമറിക്കാൻ പോകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ ആഴത്തിലുള്ള വിഷയമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കാൻ പോകുന്നത്? നരേന്ദ്രമോദി മന്ദിറുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ മണ്ഡലുമായി ബന്ധപ്പെട്ട പ്രചരണത്തിനാണ് ഇറങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണിയുടെ തുടക്കക്കാരനായ ജനതാദൾ യുണൈറ്റഡിലെ നിതീഷ് കുമാർ ഈ ക്യാബിനറ്റിൽ പോയി ആദ്യം പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം കാസ്റ്റ് സെൻസസ് ആണെന്ന് KC ത്യാഗി പറഞ്ഞു കഴിഞ്ഞു. നമ്പർ 1. നമ്പർ 2, NDAയുടെ പ്രധാനപ്പെട്ട പോളിസിയായിട്ട് അവരൊരു പക്ഷേ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വലിയ രീതിയിൽ സമൂഹത്തെ മിലിറ്ററൈസ് ചെയ്യത്തക്ക രീതിയിൽ അഗ്നിവീറുകളെ ഇറക്കാനുള്ളൊരു വലിയ പദ്ധതി RSSൻ്റെ പ്രോജക്റ്റാണ്. ആ RSSൻ്റെ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ NDA നടപ്പിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അഗ്നിപഥ് വരുന്നതും. ആ അഗ്നിപഥിലാണ് യഥാർത്ഥത്തിൽ ആ അഗ്നിപഥിൻ്റെ പേരിലാണ് അഗ്നിവീറുകൾ വരുന്നത്. അപ്പോൾ ആ സ്കീം അഗ്നിപഥാണ്. ആ അഗ്നിപഥ് സ്കീമിൻ്റെ പേരിലാണ് ഹരിയാനയ്ക്ക് 5 സീറ്റ് നഷ്ടപ്പെടുന്നത്. ആ അഗ്നിപഥിൻ്റെ പേരിലാണ് രാജസ്ഥാനിൽ സീറ്റുകൾ നഷ്ടപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ പല ഭാഗങ്ങളിലും കർഷകർക്കൊപ്പം സീറ്റുകൾ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് സാമൂഹ്യനീതിയുടെ ഒരു ആശയം മോദി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ട്രില്യൺ എക്കണോമി എന്ന് പറയുന്ന ഒരു ആശയത്തെ മറികടക്കാൻ പോകുന്നു. അത് തമ്മിലുള്ള ഒരു സംഘട്ടനം ഉണ്ടാകാൻ പോകുന്നു. ഇതെങ്ങനെയാണ് ഇനി മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നത് വലിയ പ്രധാനപ്പെട്ട കൗതുകകരമായ ഒരു കാര്യമാണ്. മോദിക്ക് കാസ്റ്റ് സെൻസസിന് മുന്നിൽ വഴങ്ങേണ്ടി വരും. കാസ്റ്റ് സെൻസസിന് മുന്നിൽ വഴങ്ങിയാൽ എന്താ പ്രശ്നം?
ഇപ്പോൾ ബീഹാറിലെ എത്രയാണെന്നറിയോ റിസർവേഷൻ്റെ ക്യാപ്പ് 63%. 63%ലേക്ക് റിസർവേഷൻ ക്യാപ്പ് ഉയരുമ്പോൾ OBCയുടെ ഇന്ത്യയിൽ ഇനിയും കൃത്യമായി നിശ്ചയിച്ചിട്ടില്ല എത്ര ശതമാനമാണെന്ന്. ആകെ നിശ്ചയിച്ചിരിക്കുന്ന 2 കാറ്റഗറിയേ ഉള്ളൂ, ഒന്ന് SC, ഒന്ന് ST. അത് ഒന്ന് 16.6, ഒന്ന് 8.6. OBCയുടേത് പരമാവധി സീലി കിടക്കുകയാണ് 52%, സുപ്രീം കോടതിയുടെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി കാസ്റ്റ് സെൻസസ് നടന്നാൽ വരാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഈ OBC വിഭാഗങ്ങൾക്ക് ഒരു കോട്ട നിശ്ചയിക്കും, അത് 50% മുകളിലേക്ക് പോകും. സ്വാഭാവികമായും ജനറൽ കാറ്റഗറിയിലേക്കാണല്ലോ ഇത് പോവുക. അപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള സവർണ വിഭാഗത്തിൽപ്പെട്ടവരും BJPയുടെ ബേസും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് നടക്കാൻ പോവുക. ഇത് ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, അതത്ര ലളിതമായ ഒരു യുക്തി കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നതല്ല. വരുന്ന 5 വർഷങ്ങളിൽ വീണ്ടും മണ്ഡൽ വേഴ്സസ് മന്ദിർ എന്ന് പറയുന്നതിൻ്റെ 2ാം എഡിഷൻ വരാൻ പോവുകയാണ്. കാസ്റ്റ് സെൻസസ് എന്ന് KC ത്യാഗി പറഞ്ഞതും JDU അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പോകുന്നതും ഈ വിഷയമാണ്. ഇതാണ് 2ാമത്തെ പ്രധാനപ്പെട്ട കാര്യം. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, മുസ്ലിം സംവരണം 4% സംവരണം മാനിഫെസ്റ്റോയിൽ ഉറപ്പ് കൊടുത്തിരിക്കുന്നതാണ് ചന്ദ്രബാബു നായിഡു. ഈ 4% സംവരണത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പലയിടങ്ങളിലും കർണാടകയിലെ റിസർവേഷൻ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി OBCയുടെ സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നുവെന്ന പ്രചരണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിൽ തൻ്റെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായ 4% സംവരണം ചന്ദ്രബാബു നായിഡു നടപ്പിലാക്കുമ്പോൾ അവിടെ സഖ്യകക്ഷിയായ NDAക്ക് സംസാരിക്കേണ്ടി വരും. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ ചന്ദ്രബാബു നായിഡുവിനെ പിണക്കാൻ കഴിയില്ല. കാര്യം എങ്ങനെ വന്നാലും നമ്മൾ ഈ പറഞ്ഞ നമ്പർ തികയില്ല. 32 എന്ന് പറയുന്നത് ഒരു വലിയ ബാലികേറ മലയായി ഇപ്പോഴും നരേന്ദ്രമോദിയുടെ മുന്നിൽ നിൽക്കുന്നു. ഇതാണ് 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം. 4ാമത്തെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഹിന്ദുത്വ എന്ന് പറയുന്നൊരു പ്രോജക്റ്റിന് അസച്ച അംഗീകാരമേ കിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ബീഹാറിലെ മുസ്ലിം വോട്ടുകൾ MY എന്നുള്ളത് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ബാക്ക്വേർഡ് ക്ലാസ്സിനെയും SCയെയും STയെയും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഇപ്പോഴും പ്രധാനപ്പെട്ട മുസ്ലിം വോട്ട് ബാങ്ക് ബീഹാറിൽ ഒരു പ്രധാനപ്പെട്ട ചങ്കാണ്. ഒരു കാരണവശാലും ജനതാദൾ യുണൈറ്റഡ് ഇതിനെ വിട്ടുകളിക്കില്ല. ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവും അതിനെ വിട്ടുകളിക്കില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഹിന്ദുത്വ പ്രോജക്റ്റിന് ഏൽക്കാൻ പോകുന്ന ആഘാതം ചെറുതായിരിക്കില്ല. അതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. അതിൽ സന്തോഷ് ഉൾപ്പെട്ടിരുന്നു, ഒപ്പം നമ്മുടെ രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു, ഒപ്പം അമിത്ഷാ ഉണ്ടായിരുന്നു, JP നദ്ദ ഉണ്ടായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായത് എന്താണെന്നറിയാമോ? പീയൂഷ് ഗോയൽ ഉണ്ടായിരുന്നു. ഇവരുടെ ചർച്ചാ വിഷയമായ വിഷയം എന്താണ്? ഘടകകക്ഷികൾ കൂടി വരുന്ന സാഹചര്യത്തിലെ പോളിസികളുടെ ദിശ ഏത് രീതിയിൽ പോകണം എന്നുള്ളതാണ്. ഒരു RSS ഡ്രിവൺ ആകണമോ എന്നുള്ളതാണ്. RSS ഡ്രിവൺ ആകേണ്ടതില്ല എന്നാണ് നേരത്തെ JP അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ടാണ് RSSനെ ആ അർത്ഥത്തിൽ പരസ്യമായി സംഘടനാ തലത്തിൽ BJP സ്വതന്ത്രമാണെന്നും RSSനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്ന് നരേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ 2 രീതിയിൽ വഴങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, സഖ്യകക്ഷികൾക്ക് വഴങ്ങുകയും നേരത്തെ പറഞ്ഞതുപോലെ കണ്ടൻഷ്യസ് ഇഷ്യൂസ് എല്ലാം കോമൺ മിനിമം പ്രോഗ്രാമിന് പുറത്താവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോമൺ മിനിമം പ്രോഗ്രാമിന് പുറത്ത് ചില വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങളെ 2029 വരെയും അഡ്രസ്സ് ചെയ്യില്ല. പക്ഷേ ഒരു അപകടമുള്ളത് എന്താണെന്ന് വെച്ചാൽ 2026 RSSൻ്റെ 100 വർഷം തികയുകയാണ്. RSSൻ്റെ നരേറ്റീവ് അനുസരിച്ച് ഭരണഘടനയിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരിക്കുന്ന സർക്കാരിന് ഇതൊരു പ്രതിസന്ധിയാവും. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ ഇപ്പം എല്ലാവരും പറയുന്നത് സമവായത്തിലൂടെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം. പക്ഷേ വൺസ് ഈ സമവായം നടപ്പിലാക്കാൻ വരുമ്പോഴാണ് ശരിയത്വമായിട്ടുള്ള ക്ലാഷ് വരിക. അപ്പോൾ ശരിയത്വമായിട്ടുള്ള ക്ലാഷ് വരുമ്പോൾ JDUവിൻ്റെ പൊസിഷനും ചന്ദ്രബാബു നായിഡുവിൻ്റെ പൊസിഷനും നരേന്ദ്രമോദിക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ സഖ്യകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന് അതാണ് ഈ ക്യാബിനറ്റിന്റെ നമ്പർ അല്ല പ്രശ്നം, പോളിസിയാണ് പ്രശ്നം. അപ്പം നയപരമായ വിഷയങ്ങളിലാണ് കീടങ്ങൾ ഉണ്ടാവുക. അതായത് ബർത്തുകളൊക്കെ ഈസിലി സോർട്ട് ഔട്ട് ചെയ്യും, അതിന് സംശയമില്ല. കാര്യം ചന്ദ്രബാബു നായിഡുവിന് അപ്പുറത്തേക്ക് പോയി ഒരു സർക്കാർ രൂപീകരിക്കാനൊന്നും ഉടനെ കഴിയില്ല. മാത്രമല്ല കോൺഗ്രസും അതിന് വില്ലിംഗ് അല്ല. അവർ വെയിറ്റ് ചെയ്യുന്നത് എന്താണ്? വളരെ ആരോഗ്യകരമായ തീരുമാനമാണ് ഇന്നലെ ഇന്ത്യ മുന്നണി എടുത്തിരിക്കുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞത് നയപരമായ വൈരുദ്ധ്യങ്ങളുള്ള ഒരു സഖ്യകക്ഷിയാണിത് എന്നുള്ളത് വ്യക്തമായിട്ടറിയാം. ആ നയപരമായ വൈരുദ്ധ്യമുള്ള സഖ്യകക്ഷികൾക്ക് ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്വാഭാവികമായും അവർ തടഞ്ഞു വീഴുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. കാരണം ഈ RSSൻ്റെ സമ്മർദ്ദങ്ങൾക്ക് ഇനി അവർ വഴിപ്പെടേണ്ടി വരും. ഇപ്പോൾ തന്നെ ഉത്തർപ്രദേശിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് രാജിവെക്കേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള ചില നിലപാടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അതിൻ്റെ സൂചനയാണ് ഫഡ്നവിസ് രാജ്യസന്നദ്ധത അറിയിക്കുന്നു. രാജസ്ഥാനിൽ നിന്ന് രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് ഭജൻലാൽ ശർമ്മ വരുന്നു. പക്ഷേ ഉത്തർപ്രദേശിലെ വലിയ വീഴ്ചയ്ക്ക് കാരണക്കാരനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജ്യസന്നദ്ധത അറിയിച്ചു
അറിയിച്ചിട്ടില്ല. പക്ഷേ അവിടെ പാർട്ടി സെക്രട്ടറി ചൗധരി രാജ്യസന്നദ്ധത അറിയിക്കാൻ പോവുകയാണ്. അതൊരു വാണിംഗ് സൈനാണ് ആർക്ക്? യോഗി ആദിത്യനാഥിന്. യോഗി ആദിത്യനാഥ് അതുകൊണ്ട് പിൻ പോയിന്റ് ചെയ്യുന്നത് ഇത് എൻ്റെ പരാജയമല്ലെന്നും ഞാൻ നിർദ്ദേശിച്ച 35 സ്ഥാനാർത്ഥികളിൽ ഒരാളെ മാത്രമാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്, അയാളെ വിജയിപ്പിച്ചു. 34 പേരും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേതൃത്വത്തിൻ്റെതാണ്, കേന്ദ്ര നേതൃത്വത്തിൻ്റെതാണ് പരാജയം എന്ന് യോഗി ആദിത്യനാഥ് പറയുമ്പോൾ പാർട്ടിക്കുള്ളിലുള്ള ചില സമ്മർദ്ദങ്ങൾക്ക് കൂടി ഇനി നരേന്ദ്രമോദിക്കും JP നദ്ദയ്ക്കും അല്ലെങ്കിൽ ഇനി അധ്യക്ഷനാകാൻ പോകുന്നത് ആരാണോ അവർക്കും വഴങ്ങേണ്ടി വരും. ആ രീതിയിൽ BJP ജനാധിപത്യത്തിന് വളരെ മനോഹരമായ വാചകമാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. സമവായങ്ങളിലൂടെയാണ് രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത്, ജനാധിപത്യം മുന്നോട്ട് പോകേണ്ടത് എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ചാരുത. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 1951-52 കാലഘട്ടങ്ങളിൽ രൂപീകരിക്കപ്പെട്ട നെഹ്റുവിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ നെഹ്റുവിൻ്റെ ആശയങ്ങൾക്ക് എതിരായി നിന്നവർ പോലും ഒരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിയെ കരുതി സമവായങ്ങൾക്ക് കീഴ്പ്പെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് തീവ്രവിരുദ്ധ ആശയങ്ങൾ തമ്മിലുള്ള ഒരു സങ്കലനമാണ്. ആ സങ്കലനത്തിലെ സംഘട്ടനത്തിൽ നരേന്ദ്രമോദിക്കും BJPക്കും ഒരു പരിധിവരെ കീഴടങ്ങേണ്ടി വരും. അതല്ലെങ്കിൽ കാലാവധി തികയ്ക്കാതെ ഈ സർക്കാർ പിരിഞ്ഞു പോകും, വീണ്ടും ഒരു ജനവിധി തേടേണ്ടി വരും. ആ സമയത്ത് നമ്മൾ വീണ്ടും ഒരു പക്ഷേ ഇനി എന്താണ് നെറേറ്റീവ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷേ സാമൂഹ്യനീതി വേഴ്സസ് ഹിന്ദുവ, മണ്ഡൽ വേഴ്സസ് മന്ദിർ എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിലും പ്രധാനപ്പെട്ട വിഷയമായി തീരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സൂചന അതാണ്. NDA എന്ന് ആവർത്തിച്ച് പറയുന്നതിലൂടെ മാത്രമല്ല NDAക്ക് ഒരു നിർവചനം കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ മാറ്റം പൊതിഞ്ഞാണ് അവതരിപ്പിക്കുക. അതാണ് അതിലെ കൗതുകരമായ കാര്യം. ഞങ്ങൾ NDA സഖ്യകക്ഷികൾക്ക് വഴങ്ങാൻ പോവുകയല്ല കേട്ടോ. പകരം എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു ന്യൂ ഇന്ത്യ, ഒരു ഡെവലപ്ഡ് ഇന്ത്യ, ഒരു ആസ്പിറേഷണൽ ഇന്ത്യ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ പഴയ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ്. മോദിയുടെ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു NDA ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് പ്രത്യയശാസ്ത്രപരമായി ഉള്ളിൽ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് എന്നതാണ് എൻ്റെ ടേക്ക്. സമവായങ്ങൾക്ക് വഴങ്ങി എന്ന ചോദ്യത്തിന് സമവായങ്ങൾക്ക് വഴങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നികേഷ് കുമാർ. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഇന്ന് നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ BJP പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടില്ല. പകരം NDAയുടെ യോഗം സംയുക്ത യോഗമാണ് ചേർന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ തെറ്റായിരിക്കാം. RSS നിർദ്ദേശിച്ചിട്ടുള്ളത് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം ആദ്യം ചേരുകയും അക്കാര്യത്തിൽ അംഗങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുകയും അതിനുശേഷം NDAയുടെ യോഗം വിളിച്ചു ചേർക്കാനും ആയിരുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് നമ്മൾ കണ്ട. പിന്നെ മാത്രമല്ല NDA യോഗത്തിൽ രാജ്നാഥ് സിംഗ് പേര് നിർദ്ദേശിക്കുകയും നിതിൻ ഗഡ്കരി സെക്കൻഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. നിതിൻ ഗഡ്കരിയെ കൊണ്ട് സെക്കൻഡ് ചെയ്യിപ്പിക്കുന്നതിന് BJPയിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന സന്ദേശം കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് കാണിക്കേണ്ടതുണ്ട് എന്നൊരു ചർച്ചയെങ്കിലും ഏറ്റവും കുറഞ്ഞത് നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ ജവഹർലാൽ നെഹ്റുവിനെ പോലെ എന്ന് പറയുകയാണ്. ജവഹർലാൽ നെഹ്റുവിനെ പോലെ അല്ല കേട്ടോ. ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡിനൊപ്പം എത്താൻ ഇനി നരേന്ദ്രമോദിക്ക് കഴിയില്ല. വ്യത്യാസമുണ്ട്. ജവഹർലാൽ നെഹ്റു 1962 494 361 സീറ്റുകൾ നേടിയിട്ടാണ് മൂന്നാമതും അധികാരത്തിൽ. 33% ഭൂരിപക്ഷം നെഹ്റുവിന് തന്നെ ഉണ്ട്. അതെ, 3 തവണയും സ്വന്തം പാർട്ടിയുടെ ഭൂരിപക്ഷത്തിലാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായത്. ആ റെക്കോർഡ് ഇപ്പോഴും ആരും മറികടക്കാതെ കിടക്കുന്നു. സ്വന്തം ഭൂരിപക്ഷത്തിലുണ്ട് കേട്ടോ വർധനവ്. അതെ, ആ അലഹബാദ് കോൺഗ്രസ് 1984 ശേഷം ആദ്യം പിടിച്ചെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് എന്നുള്ളതാണ്. അപ്പോൾ 40 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് ഭേദിക്കപ്പെടാതെ നിൽക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽ തന്നെ TDPയും അതുപോലെ തന്നെ JDUവും നമ്മളിന്ന് വാർത്ത കേൾക്കുന്നത് TDP 3 മന്ത്രിസ്ഥാനം ചോദിച്ചു, +1 ആണ് ഒരു സഹമന്ത്രി എന്ന്. മാത്രമല്ല സ്പീക്കർ സ്ഥാനം കൈവിടാൻ തയ്യാറാണ്, പകരം പ്രത്യേക പദവി നൽകിയാൽ മതിയെന്ന്. നോക്കൂ, പ്രത്യേക പദവി നൽകിയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പുറത്ത് തെലങ്കാന സംഘർഷഭരിതമാകും. അവിടെ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്, 4-ൽ നിന്ന് 8 അപ്പോൾ ആന്ധ്ര എന്ന് പറയുന്ന ഒരു ഭൂവിഭാഗത്തിന് മാത്രം പ്രത്യേക പദവി കൊടുത്താൽ സമാനമായതോ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുള്ള മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും അസ്വസ്ഥത പടരും എന്ന് പറയുമ്പോൾ ക്രമസമാധാന പ്രശ്നമല്ല അതിലൂടെ ഉണ്ടാകുന്നത്, അത് BJPയുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ്. അതിപ്പോൾ തെലങ്കാനയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും അതാണ് എന്നുള്ളതാണ് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഞാൻ കാണുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണാൻ നോക്കുന്നത്. ഈ ഒരു പാർലമെൻറ്റിനെ യഥാർത്ഥത്തിൽ വളരെ കൗതുകത്തോടുകൂടിയും ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹത്തിൽ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഭരണപക്ഷത്തിൻ്റെ അതേ ശക്തിയുള്ള പ്രതിപക്ഷം
രണ്ടും വാദപ്രതിവാദങ്ങൾ നടത്തുകയും ബില്ലുകളിൽ അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അങ്ങനെ ഒരു ജനാധിപത്യത്തിൻ്റെ തിരിച്ചുവരവ് എന്നുള്ളതാണ് ഈ 18ാം ലോക്സഭയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ആശങ്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ TDPയെയും JDUവും ഏതെങ്കിലും തരത്തിൽ മുന്നണി വിടുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ NDA അസ്ഥിരപ്പെടുന്ന കാലഘട്ടത്തെക്കുറിച്ചോ അല്ല. പകരം മറുഭാഗത്തുള്ള പ്രതിപക്ഷം ഇൻടാക്റ്റായി അവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു ലോക്സഭ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് നമ്മൾ 10 വർഷമായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പാർലമെൻറ്റ് നാളെ വേണമെങ്കിൽ ഇപ്പം TDPയെയും JDUവിനെയും ഒന്നും പുലർത്താൻ ധൈര്യപ്പെടില്ല. കാരണം ആ തരത്തിൽ ഏതെങ്കിലും ഒരു എൻജിനീയറിങ് BJP നടത്തുന്നു എന്ന് തോന്നിയാൽ അതൊരു വിവരമായി TDPയുടെ നേതൃത്വത്തിനും JDUവിൻ്റെ നേതൃത്വത്തിനും വന്നാൽ ആ സമയത്ത് അവർ പിൻവലിച്ചു പോകുമല്ലോ. അപ്പോൾ JDUവിൽ ഏതെങ്കിലും തരത്തിൽ ഒരു എൻജിനീയറിങ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ TDP അവിടെ നിൽക്കില്ല, അല്ലെങ്കിൽ മറ്റു കക്ഷികൾ അവിടെ നിൽക്കില്ല. ഈ ഒരു നോക്കൂ, നേരത്തെ നമ്മൾ നിങ്ങൾ സംസാരിച്ച കാര്യത്തിൽ നിന്ന് നോക്കൂ, ഇതേ നിതീഷ് കുമാർ 2 വട്ടം NDA വിട്ടുപോയതാണ്, ഇതേ ചന്ദ്രബാബു നായിഡു 2 വട്ടം വിട്ടുപോയതാണ്. രണ്ടും ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിലല്ല, നരേന്ദ്രമോദി എന്ന ആൾക്കെതിരായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് പോയത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു കുരുത്തക്കേട് അവിടെ കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പകരം കോൺഗ്രസിനെ വേണമെങ്കിൽ പിളർത്താം. കോൺഗ്രസിനെ പിളർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പക്ഷേ ഉണ്ടാകണം. ആ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? കോൺഗ്രസ് വീണ്ടും പഴയതുപോലെ ഒരു സ്ലീപ്പ് മോഡിലേക്കൊക്കെ പോയാൽ, നേരത്തെ G22 ഒക്കെ ഉണ്ടായതുപോലുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ. പക്ഷെ അതൊന്നും അല്ല അടുത്ത മാസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനം ഇപ്പോൾ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച വിഷയമുണ്ട്. അതായത് ഉത്തർപ്രദേശിൽ നേതൃമാറ്റം എന്നുള്ള ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഫഡ്നാവിസ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയുടെ കസേര ആടിത്തുടങ്ങിയിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഹരിയാന, ഏറ്റവും ഭരണവിരുദ്ധ വികാരം നടക്കുന്ന 3 സംസ്ഥാനങ്ങളാണ്. നമ്മൾ നോക്കുക, നമ്മൾ ഈ ദിവസം, അതായത് ഈ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് റിസൾട്ട് വരുന്ന ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസ് BJPയുടെ ലീഡർഷിപ്പ് ആരായിരിക്കും എന്നുള്ളതായിരിക്കും. കാരണം ആ നിലയിൽ വലിയ വൾണറബിളാണ് നിലവിലുള്ള സ്ഥിതിയിൽ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അതിനെ റീഡ് ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്ന് കരുതാം. അപ്പോൾ ആ നിലയിൽ പ്രതിപക്ഷ നേതൃനിരയിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അംഗസംഖ്യയിലോ വലിയ മാറ്റങ്ങളില്ലാതെ പോവുകയാണ് എങ്കിൽ ഏത് ഭരണകൂടത്തെയും നമുക്ക് കൃത്യമായി ജനാധിപത്യപരമായി നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ വളരെ പ്രസക്തമായ വിധത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ അഗ്നിവീറിൻ്റെ കാര്യത്തിലായാലും ജാതി സെൻസസിൻ്റെ കാര്യത്തിലായാലും, അഗ്നിവീറിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ജാതി സെൻസസിൻ്റെ കാര്യത്തിനകത്തോ BJPയുടെ നേരത്തെയുള്ള സമീപനം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു യൂട്ടേണായി പോകും. അഗ്നിവീർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ മുഴുവൻ പട്ടാളവൽക്കരിക്കുക എന്നുള്ളതാണ്, മിലിറ്ററൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ അത് RSSൻ്റെ കോർ അജണ്ടയ്ക്ക് പുറത്താണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് ജാതി സെൻസസ് ഉണ്ട്. ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ ജാതി സെൻസസ് നടത്തിയാൽ പിന്നെ സംവരണത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് EBC 64%, യാദവ് അല്ലാത്ത OBC, അതുപോലെ തന്നെ മഹാദളിത്, പശ്മണ്ട മുസ്ലിംസ്, ഈ വിഭാഗത്തിന് ഇപ്പോഴും നിതീഷ് കുമാറിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് പാൽത്തൂറാം എന്ന് വിളിക്കപ്പെട്ടിട്ടും ഏറ്റവും ക്രെഡിബിലിറ്റി ലോസായ സമയത്ത് പോലും RJDയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ, BJPയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ നിതീഷ് കുമാറിനെ സഹായിച്ചിട്ടുള്ളത്. ആ വിഭാഗത്തെ കൈവിട്ടൊരു രാഷ്ട്രീയം യഥാർത്ഥത്തിൽ JDUവിനില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ JDUവിന് അപ്പോൾ അരുൺ പറഞ്ഞ പോലെ തന്നെ RSSൻ്റെ കോർ അജണ്ടയുമായിട്ടത് സംഘർഷമാകും. RSSനെ സംബന്ധിച്ചിടത്തോളം സംവരണം തന്നെ പാടില്ല എന്ന് നിരവധി തവണ പറഞ്ഞിട്ടുള്ളവരാണ്. നിലവിലുള്ള സംവരണത്തിന് പുറമെ EBC എന്ന് പറയുന്ന 64% സംവരണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ സംവരണത്തിൻ്റെ തോത് ജനറൽ കാറ്റഗറിയെ ബാധിക്കുമെന്നുള്ള നില വന്നാൽ ഉണ്ടാകാൻ പോകുന്ന എന്താണ് ഈ രാം മന്ദിറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്? രാം മന്ദിറും അതുപോലെ തന്നെ പിന്നെ സംവരണവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണല്ലോ 90കളുടെ ആദ്യത്തിലുണ്ടായിട്ടുള്ളത്. മണ്ഡൽ മന്ദിർ ആ സമാനമായിട്ടുള്ള സംഘർഷത്തിലേക്ക് BJPയുടെ ഭരണകാലത്തേക്ക് തന്നെ കാര്യങ്ങളെത്തും എന്ന് വന്നാൽ
അത് ഒരു സർക്കാരിൻ്റെ തകർച്ചയിലേക്കല്ല, രാജ്യം തന്നെ ഒരുപക്ഷേ വലിയ നിലയിൽ ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചേക്കാം. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് അനിവാര്യമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് TDPയും അതുപോലെ തന്നെ JDUവുമാണ് പ്രധാനപ്പെട്ട ചരട് വലിക്കാർ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാവഹമല്ല മുന്നോട്ടുള്ള പോക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹിന്ദുത്വ, പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് എന്താണ്, പാർട്ടികളെ പിളർത്തി പകുതിയെ ഇങ്ങോട്ട് ചേർത്താൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷം, അത് ഏതാണ്ട് അസംഭാവ്യമാണ്. രണ്ടാമത്തേത്, ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വർഗീയ കലാപം ഡീസെൻട്രലൈസ് ചെയ്താൽ, മുമ്പൊക്കെ ചെയ്തിട്ടുള്ളതുപോലെ ആവശ്യമുള്ള മേഖലയിൽ വർഗീയ കലാപം ഉണ്ടാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത മേഖലകളിലൊക്കെ തന്നെയും വോട്ടുകൾ നേടാൻ കഴിയുക, അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഉണ്ടായാൽ അതിനെതിരായി മാത്രം എപ്പോഴും പ്രതികരിച്ചിട്ടുള്ളവരാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എന്നുള്ളത് കൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു സാധ്യത, മോഡി ബ്രാൻഡ്, ഷാ ബ്രാൻഡ് പൊളിറ്റിക്സ് നടക്കുന്ന ഒരു മുന്നണിയല്ല ഇത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായിരിക്കും. അപ്പോൾ വഴങ്ങുന്നോ? സമവായത്തിന് വഴങ്ങാത്ത ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്നും ഫ്രണ്ട്ഷിപ്സ് ഇല്ലാത്ത ഒരാളാണ് നരേന്ദ്രമോദി എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞങ്ങ് ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, ലോകരാജ്യങ്ങളായി പോലും സമവായത്തിൽ ഏർപ്പെടുന്ന, അങ്ങനെയുള്ള ഗുഡ് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് നരേന്ദ്രമോദി എന്നുള്ളത് കൂടി ഓർക്കണം. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള രാജ്യങ്ങളെ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിലുള്ള ധാരണയിലൂടെ കരാറുകളിലേക്ക് എത്തുന്ന നരേന്ദ്രമോദിക്ക് ഒരു ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ഒരു കൺസെൻസസിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് എന്ത് പറയാനാണ്? എന്തായാലും നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഈ NDAയുടെ ഇപ്പോഴത്തെ ഈ ഒരു കൊയാലിഷൻ എന്ന് പറയുന്ന ആ ഒരു കൊയാലിഷൻ ധർമ്മ പാലിക്കാൻ കഴിയുമോ എന്നൊക്കെ വെച്ച് ആശങ്കപ്പെടേണ്ട, ഇന്ത്യ മുന്നണി ഒട്ടും ആശങ്കപ്പെടേണ്ട. ഇന്ത്യ മുന്നണി കളി കണ്ടാൽ മതി. എന്തായാലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ട്രെയിലർ എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നല്ല കിടിലൻ പടം വരാൻ പോവാണ്. അതിൽ ആക്ഷൻ ഉണ്ടാവും. എല്ലാം പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു പടമാണ് NDA 3rd എന്ന് പറയുന്നത്. യെസ്, വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കളി ഗാലറിയിൽ ഇരുന്ന് കാണുക, കളത്തിലിറങ്ങി കളിക്കാനായിട്ട് മോദിയും ടീമും റെഡിയാണ്. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ പുതിയ ഇന്ത്യയാണ്, വികസിത ഇന്ത്യയാണ്, പ്രത്യാശയുടെ ഇന്ത്യയാണ്. അത് തന്നെയാണ് ഇനി 3rd ടേമിൽ കാണാൻ പോകുന്നത്. അത് ആദ്യത്തെ വർഷം തന്നെ, അതായത് ഒരു പൊതു മിനിമം പരിപാടി വെച്ചും പുറമേ നിന്നുള്ള പിന്തുണ സ്വീകരിച്ചുമൊന്നും ഉണ്ടാക്കുന്ന സർക്കാരല്ല എന്നതുകൂടി ഓർക്കണം. കൃത്യമായി എന്താണോ നരേന്ദ്രമോദിയുടെ ആക്ഷൻ പ്ലാൻ, അതിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു ടീം തന്നെയായിട്ടായിരിക്കും ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാറും അടങ്ങുന്ന സംഘം മുന്നോട്ട് പോകുന്നത്. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ NDAയുടെ പാർലമെന്ററി പാർട്ടി നേതാവായും BJPയുടെ പാർലമെന്ററി പാർട്ടി നേതാവായും അതേ യോഗത്തിൽ വെച്ച് തന്നെ നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രമേയങ്ങളാണ് പാസ്സാക്കിയത്. BJPയുടെ പ്രത്യേക പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവർക്കായിട്ടാണ് ഞാനിത് പറയുന്നത്. ഇനി ഏത് തരത്തിലായിരിക്കും നരേന്ദ്രമോദിയുടെ അടുത്ത ഗവേണൻസ് എന്നുള്ളതുണ്ടല്ലോ, അതൊരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആണ്. അതിൻ്റെ ഒരു സൂചനകൾ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയതാണ്. എങ്ങനെയായിരിക്കും ഒരു ഗവേണൻസ് മോഡൽ ഉണ്ടാക്കുക എന്നുള്ളത്. അതിനാണ് അദ്ദേഹം 4 ജാതികളെ കുറിച്ച് പറഞ്ഞത്. അത് ഈ കാസ്റ്റ് അല്ല, കാസ്റ്റ് സെൻസസ്, ജാതി സെൻസസിലൂടെ പിളർത്തി വോട്ട് നേടാം എന്നുള്ള രീതിയല്ല, മറിച്ച് സ്ത്രീകൾക്കും പാവപ്പെട്ടവർക്കും അങ്ങനെ ആ രീതിയിലാണ് ആ ഒരു ജാതി വിഭജനം തന്നെയുള്ളത്. പിന്നെ ഈ സഖ്യമാണ് എല്ലാം എന്നാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞത്. അതൊരു ഉലയാത്ത ബന്ധമെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ കുറിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാനിവിടെ സൂചിപ്പിച്ചിരുന്നു. അതിൽ നിന്ന് നരേന്ദ്രമോദിയിൽ നിന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതായത് BJP 2024 നേടിയ സീറ്റ് കുറഞ്ഞു പോയി, അതുകൊണ്ട് നരേന്ദ്രമോദി അങ്ങ് ശോഷിച്ചു പോയി എന്നൊക്കെ പറയുന്നവരോട് ഇന്ന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നു. 2014-ലും 19-ലും 24-ലും ചേർത്ത് കോൺഗ്രസ് നേടിയ സീറ്റ് ഇപ്പോൾ നരേന്ദ്രമോദിയും BJPയും ഒറ്റയ്ക്ക് നേടിയ സീറ്റിൻ്റെ അത്രയും വരുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ 100 എത്തിക്കാനായി വിശാൽ പാട്ടീൽ എന്ന സാംഗ്ലിയിലെ വിമത MP കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സെഞ്ചുറിയിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത് എല്ലാ പാർട്ടി MP-മാരും തുല്യരാണ് എന്നുള്ളതാണ്. അതായത് സബ്കാ പ്രയാസ്, എല്ലാവരുടെയും വിഷമം, അത് ഇന്ത്യ മുന്നണിയിലുള്ള MP-മാരായാലും NDAയിലുള്ള MP-മാരായാലും അവർ ഏത് വിഷയമാണോ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ഗവേണൻസ് മോഡലിലേക്കാണ് 3ാം മോദി സർക്കാർ പോകുന്നത്. കേരളത്തിലെ ഉദാഹരണവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചല്ലോ. ഇടത് വലത് മുന്നണികൾ പലതരത്തിൽ ക്രോസ് വോട്ടിംഗ്, പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടത്തി പലതവണ തോൽപ്പിച്ചതാണ്, പലതവണ കീഴടക്കിയതാണ്. അതിനെല്ലാം മറികടന്നുകൊണ്ട് കേരളത്തിൽ നേടിയ വിജയം അത് ഇന്ന് ദേശീയ തലത്തിൽ, അതായത് NDAയുടെ ഫസ്റ്റ് യോഗത്തിൽ തന്നെ അതിലെ അഭിസംബോധനയിൽ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കേരളത്തിൽ BJP വിജയിക്കുന്നത് തടയാൻ ഇടത് വലത് മുന്നണികൾ LDF ആൻഡ് UDF രണ്ടും ചേർന്ന് പരമാവധി ശ്രമിച്ചതാണ്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നേടിയിരിക്കുന്ന വിജയത്തെക്കുറിച്ചാണ് നരേന്ദ്രമോദി ഇന്ന് സൂചിപ്പിച്ചത്.
ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അവർ അതായത് ഒരു കുതിരപ്പുറത്ത് ഇരിക്കുന്നു. ഈ കുതിര നരേന്ദ്രമോദിയാണെന്ന് വിചാരിക്കുക. കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും ഇരിക്കുന്നു. രണ്ടുപേരും പറയുന്നതിനനുസരിച്ച് നരേന്ദ്രമോദി ചലിക്കുന്നു. ഇതായിരുന്നു ഇന്ത്യ മുന്നണിക്കാരുടെയൊക്കെ ഒരു ചിത്രം. നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ ഈ സഖ്യകക്ഷികളുടെയും NDA എന്ന് പറയുമ്പോൾ അതായിരുന്നു ചിത്രം. ഈ കടിഞ്ഞാൻ ഇവർ പിടിക്കുന്നതിനനുസരിച്ച് ആ രീതിയിലല്ല മുന്നോട്ട് പോവുക എന്നുള്ളത് വ്യക്തമായ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അത് ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും വാചകങ്ങളിൽ നിന്നാണ് ബോധ്യപ്പെടുക. ചന്ദ്രബാബു നായിഡു എന്ന് പറഞ്ഞ എന്താണ്? രാജ്യത്തെ ഒരു ഗ്ലോബൽ പവർ ഹൗസ് ആക്കി മാറ്റിയ ആളാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിൽ ആ ലീഡർഷിപ്പിനെ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഞങ്ങൾ നയിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ അഭിപ്രായപ്പെടുന്ന രീതിയിൽ ഒരു പാവയായി UPA 1 UPA 2 കണ്ടതുപോലെയുള്ള ഒരു പാവയായി നരേന്ദ്രമോദിയെ ഇരുത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ കീ കൊടുക്കുമ്പോൾ ആ പാവ ചലിക്കും എന്നല്ല ചന്ദ്രബാബു നായിഡു പറഞ്ഞത്. അങ്ങനെ കീ കൊടുക്കാൻ അവർ നിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല. NDAയുടേത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഓർഗാനിക് അലയൻസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിൽ നിന്ന് ആരും ചാടിപ്പോകാൻ പോകുന്നില്ല. ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് എത്ര പേർ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളതാണ് അടുത്ത 5 വർഷം കണ്ടറിയേണ്ടത് എന്നുള്ളതാണ്. പിന്നെ ഭരണഘടനയായിരുന്നല്ലോ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം. ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്നു, ഭരണഘടന ഇനി ഉണ്ടാകില്ല, 400 സീറ്റ് നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ തന്നെ ഉണ്ടാകില്ല, എന്തോ ഒരു പരസ്യവാചകമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അനന്തകുമാർ ഹെഗ്ഡെ പറഞ്ഞല്ലേ? അല്ല, പരസ്യവാചകം കേരളത്തിലെ മലയാളം പത്രങ്ങളിലടക്കമൊക്കെ വന്ന ഒരു പരസ്യവാചകം ഉണ്ടായിരുന്നല്ലോ, ആരാനില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന്. എന്തായാലും ഇന്ത്യയുണ്ട്, ഭരണഘടനയുണ്ട്, മതേതരത്വമുണ്ട്, എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഇത് വൈകാരിക നിമിഷമെന്നാണ് ഈ ഭരണഘടനയിൽ ആദരപൂർവ്വം നെറ്റി തൊട്ട് വണങ്ങുന്ന നരേന്ദ്രമോദി പറയുന്നത് നമ്മൾ കാണുന്നത്. അതായത് മതപരമായ ഒരു സമത്വം ഈ രാജ്യത്തുണ്ട്, അതില്ല, നരേന്ദ്രമോദി അങ്ങനത്തെ ആളല്ല എന്ന് പറഞ്ഞ് ഫലിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ കുതന്ത്രങ്ങളിലൂടെ നേടിയ വോട്ട്. ആ കുതന്ത്രത്തിന് ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ പ്രേക്ഷകർ നമ്മുടെ ചാനലിൽ കൂടി കണ്ടിട്ടുണ്ടാവില്ല, കാരണം ആർക്കും അത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ വാർത്ത അങ്ങനെ ചർച്ചയാക്കുകയോ ആ ദൃശ്യങ്ങൾ കാണിക്കുകയോ ചെയ്തിട്ടുണ്ടാകില്ല. അതായത് കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ ഒരു ആൾക്കൂട്ടമാണ്. ഉത്തർപ്രദേശിലെ ലഖ്നൌവിലെ കോൺഗ്രസിൻ്റെ ഓഫീസിന് മുന്നിൽ ഒരു ഗ്യാരണ്ടി കാർഡുമായിട്ട് ഇങ്ങനെ ഗ്യാരണ്ടി കാർഡൊക്കെ പിടിച്ച് സ്ത്രീകളൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഞങ്ങളുടെ 1 ലക്ഷം രൂപ പറഞ്ഞില്ലേ, അതിങ്ങിതാ എന്നും പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഓഫീസിന് മുന്നിൽ വന്നിട്ട് ആൾക്കൂട്ടം നിന്നത്. മുസ്ലിം സ്ത്രീകളടക്കമുള്ള ആൾക്കൂട്ടം വന്നിട്ട് ഈ ഗ്യാരണ്ടി കാർഡുമായി നിൽക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ കൊടുത്ത ഒരു ഫ്രോഡ് ഗ്യാരണ്ടിയാണത്, ഒരു വ്യാജ ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി കാർഡും പിടിച്ചിട്ട് ആൾക്കാർ നിൽക്കുകയാണ്. അങ്ങനെ പറ്റിച്ച് വോട്ട് വാങ്ങി ജയിക്കുക. എന്നിട്ട് ആ പാവ സ്ത്രീകൾ അവർ വിശ്വസിച്ചിരിക്കുന്നത് ഈ 1 ലക്ഷം രൂപ ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞാണ്. അതായത് നരേന്ദ്രമോദി 15 ലക്ഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ കൊടുത്ത ഗ്യാരണ്ടി കാർഡുമായി അതിൽ ചിലരിലൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ സ്ത്രീകൾ, അതായത് നേട്ടമുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1 ലക്ഷം രൂപ കിട്ടും, 1 ലക്ഷം രൂപ പ്ലസ് തൊഴിൽ, ഇതാണ് ആ ഗ്യാരണ്ടി കാർഡിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിക്കുന്നുണ്ട്. ഈ ലക്നൌവിലെ അല്ല, ലക്നൌവിലെ ഓഫീസിൽ അല്ല, എന്തായാലും ഈ 1 ലക്ഷം രൂപയും തൊഴിലും വാഗ്ദാനം ചെയ്യുന്ന ഒരു ഗ്യാരണ്ടി കാർഡുമായിട്ടാണ് വരുന്നത്. സ്ത്രീകളൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പണം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട്, ചിലർ വന്നത് ഞങ്ങൾക്ക് ഈ ഫോം കിട്ടിയില്ല, ഈ ഫോം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ സ്ത്രീകൾ വന്നത്. ഇവിടെ മാത്രമല്ല, ബാംഗ്ലൂരിലും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞു സ്ത്രീകൾക്ക്, ഡോക്ടർ അരുൺ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നല്ലോ ഈ ഘടാഘട്ട്, അപ്പോൾ എവിടെയാ പൈസ എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ വരുന്നു. അപ്പോൾ അതൊരു വിഷയമായി അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെയുള്ള ഗ്യാരണ്ടി ഒന്നും കൊടുത്തല്ല നരേന്ദ്രമോദിയും ടീമും ഇത്രയും സീറ്റുകൾ സ്വന്തമാക്കിയത് എന്നുള്ളതാണ്. ഇപ്പോഴെന്തായാലും PM ഡെസിഗ്നേറ്റ്, അതായത് നിയുക്ത പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ചന്ദ്രബാബു നായിഡു പറഞ്ഞ ക്ലോസസ്, നിതീഷ് കുമാർ പറഞ്ഞ ക്ലോസസ് അങ്ങനെ വെച്ചുകൊണ്ടുള്ള ഒരു കാര്യവും സെറ്റ് ചെയ്യാതെയാണ് ഗവൺമെൻറ് ഫോർമേഷനിലേക്ക് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. മോദി തന്നെ പറഞ്ഞതാണ്, ദാരിദ്ര്യമുള്ള ഒരു പിന്നോക്ക കുടുംബത്തിൽ ജനിച്ച എനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞത് ഈ ഭരണഘടന ഉള്ളപ്പോഴാണ്. അത് ഞാൻ മാറ്റുമെന്നുള്ള രീതിയിലായിരുന്നല്ലോ പ്രചാരണം. അതായത് നരേന്ദ്രമോദി മാറ്റുമെന്നുള്ള രീതിയിലായിരുന്നല്ലോ പ്രചാരണം. എന്നിട്ടിപ്പോൾ എന്ത് ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം അതിൽ പറയാതെ പറയുന്നുണ്ട്. ഭരണഘടനയുടെ മഹത്വം മനസ്സിലാക്കാത്ത ഒരാളാണ് നരേന്ദ്രമോദി എന്ന രീതിയിലുള്ള ഒരു ആഖ്യാനം ചമയ്ക്കാനായി ചില നിക്ഷിപ്ത താല്പര്യക്കാർ പലവട്ടം ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇനി അങ്ങോട്ട് പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും ഒക്കെ ശാക്തീകരണത്തിനായി നീങ്ങുന്ന ഒരു ഗവേണൻസ് മോഡലായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അല്ലാതെ ഒരു ഗ്യാരണ്ടി കാർഡും കൊടുത്തിട്ട് ആളുകൾക്ക് വന്ന് ഞങ്ങളുടെ 1 ലക്ഷം കിട്ടുമോ, 1 ലക്ഷം തരുമെന്നല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ ഫോം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. പിന്നെ ഈ സമവായത്തെക്കുറിച്ച് പറയുമ്പോൾ സമവായം എന്തോ ഒരു നെഗറ്റീവ് സാധനമാണ് എന്നുള്ള രീതിയിലാണ്. ഇനി നരേന്ദ്രമോദിക്ക് സമവായം ഇല്ലാതെ പറ്റില്ല, സമവായമാണ് പ്രധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദിക്കുന്നത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സഹതാപമാണ് തോന്നുന്നത്. കാരണം ഒരു രാജ്യം ഭരിക്കണമെങ്കിൽ, രാജ്യമെന്നല്ല ഒരു ഓഫീസ് തന്നെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അവിടെ വേണ്ടത് സമവായമാണ്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഫ്രിക്ഷനിലൂടെ അല്ല അതൊന്നും മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ സമവായം എന്ന് പറയുന്നത് അത് ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഒരു വലിയ
ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻസിലായാലും ഒരു രാജ്യത്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആ സമവായമില്ലാതെ ഒരു സർക്കാരിനും ഒരു പ്രസ്ഥാനത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. സമവായം ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ഒരു ഇഴയെടുപ്പം ഇല്ലാത്തതിൻ്റെ ഉദാഹരണം ഇന്ന് നമ്മൾ തൃശ്ശൂർ DCC ഓഫീസിൽ കണ്ടു. അതായത് ആനമുട്ടയിടും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ K മുരളീധരൻ മത്സരിച്ച തൃശ്ശൂരിൽ DCC ഓഫീസിൽ ഇന്ന് കൂട്ടത്തല്ലായിരുന്നു. ആരാ തല്ലിയത്? DCC സെക്രട്ടറിയെ പ്രസിഡന്റിന്റെ ആൾക്കാർ വന്ന് തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. K മുരളീധരന് വേണ്ടി ഞാനാണ് ഇറങ്ങിയത്, അവരിറങ്ങിയില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ തല്ലി. ഇതാണ് പറയുന്നത്. അത് നടക്കുന്നത് കേരളത്തിലാണ്. അതായത് ഇന്ത്യ മുന്നണിയിൽ പരസ്പരം മത്സരിച്ചു, ഞങ്ങളിൽ ഒരാളെ ജയിക്കാവൂ, മറ്റേയാൾ ജയിക്കരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് ഈ സമവായമില്ലായ്മയുടെ കാഴ്ചയാണ്. അത് ഇന്ത്യ മുന്നണിയിലാണ്, കോൺഗ്രസിലാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചർച്ചയല്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിക്കും ഇത്രയും സീറ്റുകളൊക്കെ കിട്ടിയതുകൊണ്ടായിരിക്കും വോട്ടിംഗ് യന്ത്രം. പുള്ളി ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ, ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് നരേന്ദ്രമോദി ഇന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആരും EVM കുറിച്ചൊന്നും പറയുന്നില്ല. സാറിനൊക്കെ ഭയങ്കര ആശങ്കയായിരുന്നു. EVM എന്തോ സംഭവിക്കും, ഇത്ര സീറ്റുകൾക്ക് മുകളിലേക്ക് പോയാൽ EVM ഹാക്ഡ് ആണെന്ന് ഞാൻ ചിന്തിക്കുമെന്നൊക്കെയാണ്. എന്തായാലും പറഞ്ഞാണ് 240 മുകളിലാണ് പോകുന്നതെങ്കിൽ ഞാൻ EVM സംശയിക്കുന്നു. ഇപ്പൊ EVM ഒക്കെ അല്ലേ 240 ആയതുകൊണ്ട് ഞാൻ EVM ഒക്കെ ആണ് കേട്ടോ. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നുണ്ടല്ലോ. BJP അധികാരത്തിലിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ BJP ജയിച്ചാൽ മാത്രം BJP അധികാരത്തിലിരിക്കുമ്പോൾ എല്ലാ മെഷീനറിയും ഞാൻ സംശയിക്കും. ഇപ്പൊ നിലവിൽ എന്തായാലും ഇപ്പോഴത്തെ കൗണ്ടിങ്ങിന് ശേഷം കുഴപ്പമില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാൻ പക്കയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പറ്റിയിട്ടില്ല. അതെ, പക്കയാണ് EVM. അപ്പോൾ വോട്ടിംഗ് യന്ത്രം മരിച്ചോ എന്നുള്ള ചോദ്യം നരേന്ദ്രമോദി പറഞ്ഞു തീർക്കാം. അപ്പോൾ എന്തായാലും NDA എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന നൽകുന്ന ഒരു സംഘമാണ്. അത് നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു. അധികാരത്തിന് വേണ്ടി ഒന്നിച്ചുകൂടി ഇങ്ങനെ കാക്കകളൊക്കെ വന്ന് ഒന്നിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി വന്നിരിക്കുന്നത് ആരാണ്, അവരെങ്ങനെയാണ് പിളർന്ന് പല ഭാഗത്തേക്ക് കാക്ക പറന്നു പോകുന്നത് പോലെ പറന്നു പോകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാനിരിക്കാം, കണ്ടു തന്നെ മനസ്സിലാക്കാം. പിന്നെ UPA പേരുമാറ്റി വികസിപ്പിച്ച ഇന്ത്യ മുന്നണി ആക്കിയിട്ടും ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നലെ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. മോദി എന്തോ എക്സിറ്റ് പോൾ ഓഹരി കുംഭകോണം നടത്തിയെന്നൊക്കെ. ആ ഓഹരികളൊക്കെ തിരിച്ച് ഗ്രീൻ ആയിട്ടുണ്ട്. ഒറ്റ ദിവസത്തെ സമയം എടുത്തുള്ളൂ. അതെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതെല്ലാം ശരി വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞതുകൊണ്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു റിക്കവറിയെ ഈ രംഗത്ത് വിവരമുള്ള ആളുകൾ പറയുന്നത് V-ഷേപ്പ് റിക്കവറി എന്നാണ്. അത് ഒരു തെരഞ്ഞെടുപ്പിൽ അസ്ഥിരതയോടുകൂടി, അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡിക്ലൈനും ആകാം. അതല്ലാതെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ നരേന്ദ്രമോദി നടത്തിയതാണ് എന്നുള്ളത് എല്ലാവരും ഏറ്റുപാടിയതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്ത്യൻ ഓഹരി വിപണി എക്സിറ്റ് പോളിന് ശേഷം ഉയർന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റുപ്പിയും ക്ലോസ് ചെയ്തിരിക്കുന്നത് ഉയർന്ന നിലയിൽ തന്നെയാണ്, ഹയർ ആണ് ഇപ്പോൾ. എന്തായാലും ഈ വ്യാജ ഗ്യാരണ്ടിയുമായി ഇറങ്ങിയ ആളുകളെ പിന്തുണയ്ക്കുന്നവർ ഇതൊക്കെ കൂടി ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. വ്യാജ ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റോ? വ്യാജ ഗ്യാരണ്ടി ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുകയല്ലേ. സർട്ടിഫിക്കറ്റ് ആണ്. അല്ല, ഒരു കാര്യം സംശയം ചോദിക്കട്ടെ. ഈ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വിദേശ നയത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് കൺസെൻസസ് ചെയ്ത് എനിക്ക് 3 കാര്യങ്ങളുണ്ട്. അല്ല, 3 സെൽഫ് ഗോൾ ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ 2 സെൽഫ് ഗോൾ അടിക്കായിരുന്നു. എനിക്കറിയണം. അതായത് ഈ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി കൺസെൻസ് എടുത്ത ഒരു സാഹചര്യം പറയാമോ? ഞാൻ പറഞ്ഞത് വിദേശകാര്യ നയമെന്നോ അല്ലെങ്കിൽ വിദേശ നയമോ അല്ല. ഞാൻ പറഞ്ഞത് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസ് ആണ്. റിലേഷൻസ് ആണ്. ഞാൻ പറഞ്ഞത് ട്രേഡ് ഉണ്ട്, ട്രേഡ് ഉണ്ട്, അതുപോലെ തന്നെ പർച്ചേസസ് ഉണ്ട്. വിദേശ നയത്തിന്റെ മാത്രമല്ല. ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് വിദേശ നയം എടുക്കുന്നതും അതോടൊപ്പം തന്നെ ട്രേഡ് ചെയ്യുന്നതും രണ്ടും 2 രീതിയിലാണ് കാണേണ്ടത്. പ്രതിരോധ രംഗത്ത് യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിലായാലും കരാറുകളിൽ ഏർപ്പെടുന്നതും 2 രാജ്യങ്ങൾ. ഇത് വിദേശ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഡോക്ടർ അരുൺ, പോളിസി മേക്കിങ്ങും ഞാൻ പറഞ്ഞത് കരാറുകളെ കുറിച്ചാണ്, വിദേശ നയത്തെ കുറിച്ച് മാത്രമല്ല. നമ്മൾ ന്യൂക്ലിയർ ഡീൽ. ശരി, നിങ്ങൾക്ക് പോളിസിയെ കുറിച്ചാണ് കൂടി പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്ന് പറഞ്ഞാൽ അന്തർദേശീയ രംഗത്ത് നാഷണൽ ഇൻട്രസ്റ്റിനെ കൺസെൻസ് വരുത്തി നമ്മുടെ പ്രധാനമന്ത്രി എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ദേശീയ താല്പര്യത്തിൽ ഞാൻ പറയട്ടെ ഇപ്പോൾ ഡോക്ടർ അരുൺ അങ്ങ് സ്ഥാപിച്ചു പോകല്ലേ. ഞാൻ പറയട്ടെ, അന്തർദേശീയ തലത്തിൽ ഇന്ത്യക്ക് ഇന്ന് ഗുഡ് റിലേഷൻഷിപ്പ് ഇല്ലാത്ത രാജ്യങ്ങൾ എന്ന് പറയുന്നത് പാകിസ്ഥാനെ പോലെയുള്ള വർഗശത്രുക്കൾ മാത്രമേ ഉള്ളൂ. വേറെ ഒരു രാജ്യവുമില്ല. നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും 2014 വരെയുള്ളതും കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിട്ടു. അപ്പൊ കൺസെൻസ് എന്ന് പറയാൻ ഇത് അവസാനത്തെ ഒരു ചോദ്യം.
അതല്ല, അതിന് ഉടനെ നാഷണൽ ഇൻട്രസ്റ്റിൽ നിങ്ങൾ കൺസെൻസസ് വരുത്തിയോ എന്ന് പറഞ്ഞുള്ള കുബുദ്ധിയാണത്. ഡോക്ടർ അരുൺ, ഇങ്ങനെ ആവരുത്. നമ്മുടെ സ്വന്തം രാജ്യത്തോട് കൂറ് വേണം. ഐ വിൽ നോട്ട് ബൈ ദാറ്റ്. കാര്യം അത് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ വിദേശ നയം ആ രാജ്യത്തിന് സ്വന്തം രാജ്യത്തോട് കൂറ് വേണം. ഒരു രാജ്യത്തിന്റെ വിദേശ നയം ആ രാജ്യത്തിന്റെ ദേശീയ താല്പര്യത്തെയാണ് പ്രതിനിധീകരിക്കുക എന്നുള്ളത് സിമ്പിൾ ലെസൺ അല്ലല്ല. മറ്റൊരു രാജ്യത്തിന്റെ താല്പര്യങ്ങളെ ബൈബാക്ക് ചെയ്യുന്ന അതിൽ കൺസെൻസസ് വരുത്തി എന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞത് റിലേഷൻഷിപ്സ് ആണ്. ഇൻഡോ അമേരിക്കൻ റിലേഷൻസ് പോളിസി മേക്കിങ്ങും ഫ്രണ്ട്ഷിപ്സും തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട്? പുറത്താണോ ഞാൻ ചോദിക്കുന്നത് വിദേശ നയത്തിൽ മാറ്റം വരുത്തിയിട്ടാണോ? വിദേശ നയത്തിൽ മാറ്റം വരുത്തിയിട്ടാണോ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ സൗഹൃദത്തിലേക്ക് നരേന്ദ്രമോദി എത്തിയത്? നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടാവുന്നതും സൗഹൃദങ്ങൾ പോകുന്നതും അങ്ങനെയല്ലേ? അല്ലേ ഡോക്ടർ അരുൺ ഞാൻ അതോട്. പക്ഷേ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? കോൺഗ്രസ് എന്താ വാഗ്ദാനം കൊടുത്തത്? അധികാരത്തിൽ വന്നാൽ ജൂലൈ 16 നിങ്ങൾ ജയിപ്പിക്കൂ എന്നാൽ തരാം എന്നാണ്. ജയിപ്പിക്കുന്നതാണ്. ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ആള് എങ്ങനെ പൈസ കൊടുക്കുക? അധികാരത്തിൽ വന്നില്ല. അതെ, അപ്പൊ പിന്നെ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ആ പാവങ്ങളെ തെരുവിൽ വന്ന് ക്യൂ നിർത്തിയത് എന്തിനാ? അങ്ങനെ നിർത്തി കോൺഗ്രസ്. അധികാരത്തിൽ വന്നാലേ കിട്ടൂ എന്ന് അവരോട് പറഞ്ഞില്ല. ജയിപ്പിച്ചാൽ നിങ്ങൾ വോട്ട് ചെയ്താൽ മതി. അല്ലല്ല, വോട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇത് തരാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, 3 പ്രബുദ്ധരുടെ ചർച്ച. കോൺഗ്രസിന്റെ കാര്യം പറയാൻ പാടില്ല. അങ്ങനെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി അറിയാം. അല്ലല്ല, 3 പ്രബുദ്ധരെയും മലയാളിക്ക് വേണ്ടി പറഞ്ഞേ ഉള്ളൂ സുജയ. എനിക്കൊരു ഡിബേറ്റും ഇല്ല സുജയുമായിട്ട്. ഞാൻ അതവിടെ വിടുന്നു. നമുക്ക് രണ്ടാം വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ സമവായത്തിന് വഴങ്ങിയോ എന്നതായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം വഴങ്ങി എന്ന് തന്നെയാണ്. യെസ്. Meet the editors.